എന്റെ ഫ്രണ്ട്സ് എന്റെ പോയി കൊടുത്തിട്ടുണ്ട് പൈസ 10,000-8,000 കൊടുത്ത് ഞാൻ എത്ര റോള് കിട്ടും എന്ന് പറഞ്ഞ പൈസ കൊടുത്തു. റോളും ഇല്ല, പടമില്ല, ഒന്നുമില്ല. കമ്മിറ്റഡ് ആയിരുന്നു. പിന്നെ അത് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തന്നെ പരസ്പരം നിർത്തി. ഞാന് ആക്ച്വലി ഒരു 5-6 മാസം ഭയങ്കര ഡിപ്രസീവ് ആയിരുന്നു. അത് കഴിച്ചു തുടങ്ങിയപ്പോ ഭയങ്കര അഡിക്റ്റ് ആയി. നമ്മളുടെ കൂടെ എന്നുള്ളത് ഒരു ഇൻട്രോ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ആ ആള് തന്നെ നമ്മളുടെ അടുത്ത് ഇൻട്രോ പറയും. യദു. നമസ്കാരം, എൻ്റെ പേര് യദുകൃഷ്ണ. ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. 1-2 ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് ആൽബം, ചെറിയ ചെറിയ ആഡൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ആർക്കും ഒരുപാട് പേർക്ക് അറിയില്ല. നാളെ കുറച്ച് പേർക്ക് അറിയപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എൻ്റെ പേര് യദുകൃഷ്ണ. യദുകൃഷ്ണ, നമസ്കാരം. നമസ്കാരം. അപ്പോ ചാച്ചുട്ടൻ അല്ലെങ്കിൽ യദുകൃഷ്ണ, ചാച്ചുട്ടൻ എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണോ അല്ലെങ്കിൽ? അതെ അല്ലേ, ഓക്കെ. എത്ര നാളായി ഈ ഒരു നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ജേർണി തുടങ്ങിയിട്ട്? ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 2016 തൊട്ടുണ്ട്. ആക്റ്റീവ് ആവാൻ കംപ്ലീറ്റ്ലി തുടങ്ങിയത് ഒരു 9-10 മാസമായി. അതെ അല്ലേ. അപ്പോ ശരിക്കും പറയണെങ്കിൽ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആക്റ്റീവായി തുടങ്ങിയത്. ഇതിനു മുന്നേ എന്തായിരുന്നു ചെയ്യണ്ടായിരുന്നത്? ഞാൻ +2 കഴിഞ്ഞു, പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്തു. എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടി അല്ലാതെ അപ്പൊ മനസ്സിലായതുകൊണ്ട് പിന്നെ ഈ സിനിമ പ്രാന്ത് തലക്കി പിടിച്ചുകൊണ്ടും ഞാൻ പിന്നെ ഒരു ഇതിന്റെ മേഖലയായിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ടല്ലോ, ഞാൻ ആ കോഴ്സ് ചെയ്തിട്ട് കമ്പനി എന്റെ അങ്ങനെയുള്ള ഓഫീസിനാണ് അതിൽ വർക്ക് ചെയ്തൊരു 3-3 വർഷം. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കംപ്ലീറ്റ്ലി ഈ ഫീൽഡിനായി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസുകളൊക്കെ ചെയ്തിട്ട് അതിന് മൊത്തത്തിൽ ഇറങ്ങി. അപ്പൊ ഇപ്പോ എന്താണ് പറയാ, ആൾക്കാര് തിരിച്ചറിഞ്ഞു തുടങ്ങിയോ ചെല്ലുമ്പോ? അങ്ങനെ ഒരുപാട് പേര് തിരിച്ചറിയില്ലെങ്കിലും ഒരു 10-ൽ 2 പേർക്ക് ഒക്കെ അറിയാം എന്ന് വിശ്വസിക്കുന്നുണ്ട്. അറിയുന്ന ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, എന്നാ അറിയുന്ന ആൾക്കാർ പോലും സംസാരിക്കാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലേ. ഓക്കെ. ഇനി ഞാൻ യദുവിന്റെ ബയോ നോക്കിയപ്പോ സിക് പാർവിസ് അർത്ഥം എന്താണ് അതിന്റെ? അത് ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ ഇതിലേക്ക് എന്നുള്ള ഒരു മീനിങ് ആണ് ആക്ച്വലി. ഓക്കെ. അത് എന്ത് ഭാഷയാണ് അത്? അതെ അല്ലേ. അതെ അല്ലേ. ഓ ശരി. ഓക്കെ. ഇനി നമ്മളുടെ എന്താണ് പറയാ, ഈ ഒരു ഇൻസ്റ്റാഗ്രാം ജേർണി തുടങ്ങിയ സമയത്ത് ഇപ്പൊ യദുവിന്റെ പല രീതിയിലുള്ള വീഡിയോ കണ്ടു, കളിയാക്കിയിട്ടുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്താണ് പറയാ, തേപ്പ് കിട്ടിയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ കളിയാക്കുന്ന വീഡിയോസ് കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം, ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് വരാട്ടോ. കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ കണ്ടന്റുകൾ ഓരോ ദിവസത്തേക്ക് കണ്ടെത്തുന്നത്? ആക്ച്വലി ഞാൻ ചെയ്യുന്ന വീഡിയോസ് കൂടുതലും രാത്രിയാണ്. അപ്പോൾ കണ്ടന്റുകൾ ചില ആൾക്കാർ എനിക്ക് അയച്ചു തരും, ചേട്ടാ ഈ വീഡിയോസ് റിയാക്ട് ചെയ്യോ ചോദിച്ചിട്ട്. അപ്പൊ ഞാനും അത് എൻ്റെ ഒരു രീതിയിൽ ഞാനത് ചെയ്യും. അത് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ഇവരെന്ത് തേങ്ങ കാണിക്കുന്നത് ചോദിക്കും. അതിപ്പോ എന്തായാലും കൂടുതലും ഞാൻ റോസ്റ്റ് ചെയ്യുന്ന കുറെ വീഡിയോസ് ഉണ്ട്, ചെറിയ കണ്ണുമുക്കൊക്കെ വെച്ചുള്ള പരിപാടി കാര്യങ്ങളൊക്കെ. അത് ചെയ്യുന്നത് ഓരോരോ ഇൻസ്പയർഡ് വീഡിയോസ് ഉണ്ട്, അതിനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഈ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് തെറിവിളികൾ കേട്ടിട്ടുണ്ടോ? ഞാന് ഒരു പുള്ളിങ്കോ പറഞ്ഞ ടീംസ് ഉണ്ട്, ആ ടീംസിന്റെ വീഡിയോസ് ചുമ്മാ ഞാൻ തലയാട്ടുള്ള സംഭവം ചെയ്തത്. അത് ഞാൻ വിചാരിച്ചൊന്നുമില്ല അത്രയ്ക്ക് റീച്ച് ആവുമെന്ന്. ഞാൻ അതിനേക്കാൾ എഫേർട്ട് എടുത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊന്നും റീച്ച് ആയിട്ടില്ല. ഇത് ഞാൻ ചുമ്മാ റിയാക്ഷൻ കൊടുത്തുള്ളൂ. അത് ഏകദേശം ഒരു 10-15 മില്യൺ വ്യൂസ് പോയി. അത് വിചാരിക്കാൻ സംഭവമായിരുന്നു. അതിലൊരു 6,000-5,000 കമന്റ് തെറിയാം, തമിഴ് തെറിയ. എനിക്ക് മനസ്സിലായില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല. പേഴ്സണലി ഒന്ന് കുറെ തെറി കഴിക്കും വോയിസ് ഒക്കെ. എനിക്ക് വേണ്ടി ചിരി ആക്ച്വലി വന്നിട്ടുണ്ട്. ഇവരെന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് കയറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ പ്രശ്നം അങ്ങനെ വിട്ടു. ഈ നമ്മളുടെ ഇപ്പോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ടൈം കൺസ്യൂമിങ് ആണല്ലോ. നമ്മളിങ്ങനെ ഈ ഒരു ലെവലിൽ എത്തുക, മീൻസ് ഇങ്ങനെ കയറി വരാന്നുള്ളത്, ആ ഒരു പ്രോസസ്സ് അത് എങ്ങനെയാണ്? ആദ്യമേ തൊട്ട് അത്യാവശ്യം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അത് എനിക്ക് ഇത് തുടങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നത് iPhone XR ആണ്. അപ്പൊ അതിൽ ചെറിയ ചെറിയ വീഡിയോസ് എടുക്കും. പിന്നെ എന്റെ റിംഗ് ലൈറ്റ് ഉണ്ട്. അപ്പൊ ടിക്ടോക്കുള്ള സമയത്ത് അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ചെറിയ ചെറിയ ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം ക്യാമറ ഇഷ്ടമാണ്. ക്യാമറ എന്റെ ഫസ്റ്റ് ഞാൻ മേടിച്ച ക്യാമറ Sony 6000. അതിനുശേഷം ഒരു ചെറിയ ലെൻസ് മേടിച്ച് 50.
അങ്ങനെ അതൊന്നാണ് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തു, 6.4 എടുത്തു. ഓക്കെ. ഈ നമ്മളിങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ഇപ്പം ഒറ്റയ്ക്ക് കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു മുഷിപ്പും കാര്യങ്ങളും ആയിരിക്കുമല്ലോ. ഞാൻ എന്താ പറയാ, കൂടുതലും എന്റെ ഒരു 90% വീഡിയോസും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത് വേറെ ഫ്രണ്ട്സുകൾ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കും അവരുടെ കാര്യങ്ങളുണ്ട്. ഞാൻ ഞാൻ കൂടുതലും ചെയ്യുന്ന വീഡിയോ രാത്രിയാണ്. ഓക്കെ. രാത്രി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 വർഷം ജോലി ചെയ്യുന്ന ഗ്രാഫിക്സ്, അതിൽ 1.5 വർഷം ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഓക്കെ. നൈറ്റ് ഷിഫ്റ്റ് വെച്ചാൽ 6 മണി മുതൽ നെക്സ്റ്റ് മോർണിംഗ് 7-6 മണി വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഉറക്കം അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത് രാത്രിയാണ്. പക്ഷെ അത് അൺഹെൽത്തി ആണ് ആക്ച്വലി. ഇപ്പോ അത് മാറ്റുന്നുണ്ട്, ചെയ്യാൻ സമയം ഉള്ളതുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ടീമുകൾ കാര്യങ്ങൾ ഒക്കെ അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് നമ്മളുടെ ചെറിയ തേപ്പ് കഥകളിലേക്ക് വേണമെങ്കിൽ വരാട്ടോ. തേപ്പ് കഥ എന്ന് പറയാൻ പറ്റില്ല. റിലേഷൻ ഉണ്ടായിരുന്നു, കമ്മിറ്റഡ് ആയിരുന്നു. പിന്നെ അത് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തന്നെ നിർത്തി. കുറച്ചായിട്ടുള്ളൂ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചു പേർക്ക് അറിയാം. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ നിർത്തി. ടേപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ടോക്സിസിറ്റി ഉണ്ടായിരുന്നോ റിലേഷൻഷിപ്പിൽ? ടോക്സിസിറ്റി എന്ന വേർഡ് ഇപ്പൊ വന്നിട്ടുള്ളതല്ലേ. ആക്ച്വലി അതൊരു എന്താ പറയാ, റിലേഷൻഷിപ്പ് നിർത്താൻ വേണ്ടി ചില ആളുകൾ പറയുന്ന ഒരു വേർഡ് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ടോക്സിസിറ്റി അല്ല, അത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പല സിറ്റുവേഷൻസിൽ വരാതെ വരുമ്പോൾ റിലേഷൻഷിപ്പ് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് എടുക്കാം എന്ന ലെവലിൽ എത്തുമ്പോൾ സംഭവമാണ്. ടോക്സിസിറ്റി ഒന്നുമില്ല. ആൾക്കാരുടെ കണ്ടന്റുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ വാച്ച് ചെയ്തിട്ടാണോ സ്റ്റോറീസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ നല്ല സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടുണ്ട് ഏതുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് യൂത്ത് ആണെങ്കിലും ഈവൻ ഇത്തിരി ഏജ്ഡ് ആണെങ്കിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ ഒരുപാടുണ്ട്. അപ്പം ഈ സാധനങ്ങൾ എങ്ങനെയാണ് അതിന് വേണ്ടി എന്തെങ്കിലും പരിശ്രമിക്കാറുണ്ടോ? സ്റ്റോറി ബോർഡോ അങ്ങനെയൊക്കെ ചെയ്തിട്ട്? ഇല്ല, ഞാൻ ആക്ച്വലി അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോസ് റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ വീഡിയോസും അതുപോലെ കോട്സ് ഒക്കെ വരും. അപ്പൊ ഞാനത് കാണുമ്പോൾ ഇത് എനിക്ക് റിലേറ്റബിൾ ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇതെങ്ങനെ എന്റെ ഒരു രീതിയിൽ മാറ്റി ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. അതിൽ ഡയലോഗ്സുകൾ ഉള്ളതിൽ ഡയലോഗ് ആഡ് ചെയ്യും, അതല്ലാതെ ജസ്റ്റ് എക്സ്പ്രഷൻസ് മാത്രമാണെങ്കിൽ എക്സ്പ്രഷൻസിന്റെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആക്ടിംഗ് ക്ലാസ്സുകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? ഒന്നും പോയിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് സിനിമകൾ കാണാൻ, ഒരുപാട് സിനിമകൾ കാണും. പിന്നെ ആക്ടിംഗ് ക്ലാസ്സിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. ചെയ്യണം. ഇനി ഇപ്പൊ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ചെയ്തു, ഇപ്പൊ ലവ് ഷോൾഡർ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് ചെയ്തതാണോ അതോ ലവ് ഷോൾഡർ? അതിലുള്ള ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് ആണ്. അതങ്ങനെ കാസ്റ്റ് ചെയ്തിട്ട് വിളിച്ചു തന്നെയാണ്. അതിനായിട്ടൊക്കെ ടീമായിട്ടുള്ള പെരുമ്പാവൂരാണ്. ഓക്കെ. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? 2 ദിവസം ഉണ്ടാവും. ഓക്കെ. വളരെ നന്നായിട്ട് അതില് നല്ല പാട്ടുകളും, ഒരു പാട്ടുണ്ടായിരുന്നു, അത് തുടങ്ങി പെട്ടെന്ന് അവസാനിച്ചു ആ ഒരു പാട്ട്. അതിന്റെ ഫുൾ വേർഷൻ ഉണ്ടോ നിങ്ങൾ ചെയ്യുന്നത്? ആക്ച്വലി എന്താ പറയാ, അവർക്ക് ഒരുപാട് കോപ്പറേറ്റ്സ് ഉണ്ട് ആ കമ്പനിക്ക്, ഒരുപാട് മ്യൂസിക്കിന്റെ. ആക്ച്വലി ആ പടത്തിലെ പാട്ടല്ല, വാലാട്ടി എന്ന സിനിമയിലെ സോങ് ആണ് അത്. കുറച്ചു പേർക്ക് അറിയില്ല, കുറച്ചു പേർക്ക് അറിയാം. വാലാട്ടി സിനിമയിലത്തെ പാട്ടാണ് ആ സോങ് എടുത്ത് ചെയ്യാം. അപ്പം അവരാണ് അതിന്റെ റൈറ്റ്സും കാര്യങ്ങളും എല്ലാം. പുതിയ വല്ല ഷോർട്ട് ഫിലിംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വെബ് സീരീസ്? ഒരു വെബ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എബനേസർ പറഞ്ഞിട്ട്. വിജിൻ എന്ന് പറഞ്ഞ ഡയറക്ട് ചെയ്യുന്നത്. എറണാകുളത്താണ് ഫുൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അത് ഏകദേശം ഒരു 5-6 എപ്പിസോഡ് ഇപ്പൊ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അതാണ് വെബ് സീരീസിന്റെ പരിപാടി. പിന്നെ ഒരു മ്യൂസിക് ആൽബം, ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്. ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഓഡിഷൻസിന് പോകാറുണ്ടോ? ഓഡിഷൻസിന് ഞാൻ പോയിട്ടുണ്ട്. ഓഡിഷൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് വയ്ക്കും, എന്റെ അടുത്ത് പേയ്മെന്റ് വയ്ക്കും. ഒരു ഇത്ര പൈസ തന്നാൽ അവർക്ക് ഇത്ര രൂപ തരാം. അതൊക്കെ പിന്നെ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പൈസ കൊടുത്തിട്ടൊന്നുമില്ല, പൈസ ഏകദേശം സെറ്റാക്കി വെച്ചു ഒരു 3 വർഷം മുന്നേ. എന്നിട്ട് പിന്നെയാണ് മനസ്സിലായത് അത് വെറുതെയാണ്, ടൈപ്പാണ്, നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ അത്രയും അറിയുന്ന ആൾക്കാരുടെ ഓഡിഷൻസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ അത് ഇങ്ങനെ കുറെ ആൾക്കാർ എന്നാലും എപ്പോഴും കാശൊക്കെ കൊടുത്തിട്ട് അയ്യോ, എന്റെ ഫ്രണ്ട്സ് എന്റെ പോയി കൊടുത്തിട്ടുണ്ട് പൈസ. 10,000-8,000 രൂപ കൊടുത്ത് ഞാൻ എത്ര റോള് കിട്ടും എന്ന് പറഞ്ഞ പൈസ കൊടുത്തു. റോളും ഇല്ല, പടവും ഒന്നുമില്ല. ഇനി നമ്മളുടെ എന്താ പറയാ 2-3 ചെറിയ ഷോർട്ട് ഫിലിംസ് ഏതൊക്കെ പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള 2-3 ഷോർട്ട് ഫിലിംസ് ഞാൻ കണ്ടു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം യദുവിന്റെ ഫുൾ ഫിഗർ തന്നെയാണ്. അതെ, അതിന്റെ ഇടയിൽ ഈ ഒരു 3 ഷോർട്ട് ഫിലിംസ്, ഒരു നോയ്സ്, പിന്നെ ഒരു ഹൗ എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ സ്ക്രീൻഷോട്ട്, എല്ലാതും പ്രേതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള. എനിക്ക് ഹൊറർ, സ്കൈഫൈ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പരിപാടിയൊക്കെ. ഓക്കെ, അതൊക്കെ ഞങ്ങള് ജസ്റ്റ് കസിൻസ് ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോ ചുമ്മാ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു പരിപാടിയാണത്. അങ്ങനത്തെ ഒരു കഥകാരനൊക്കെ ഇനി ചെയ്യാൻ ഇഷ്ടമാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര പേടിപ്പിക്കാൻ ഭയങ്കര രസമാണ്. ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കൂടെ എപ്പോഴും കാണുന്ന ഒരു പേരാണ് മിഷാൽ ഷുക്കൂർ. കുറച്ച് കുറ്റം പറഞ്ഞാലോ? അവരെന്റെ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നതാണ്. ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്താ പറയാ, ഇന്റർവ്യൂക്ക് വരുന്നതിന് പോലും ഞാൻ അടുത്ത് പറഞ്ഞു അങ്ങനെയൊക്കെ പോകുന്നുണ്ട്, എന്തായാലും പറയൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന് എന്താ പറയാ, ഇതേ ഫിലിം ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നല്ല ആക്ടറാണ് അവൻ, ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്, അത് ഇറങ്ങാൻ കുറച്ച് ഡിലേ ഉണ്ട്. പിന്നെ അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, സ്വഭാവത്തിനെ കുറിച്ച് പറയാട്ടോ. പാവാണ്, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയും. അങ്ങനെ വേറെ ആരും ചിന്തിക്കും അങ്ങനെ ഒന്നുമില്ല. ഏകദേശം എന്റെ പല കമന്റ്സിലും വന്നിട്ടുള്ളത് ഞങ്ങൾ രണ്ടും ഒരേ ഫേസ് കട്ട് ആണല്ലോ. അതെ അതെ, ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, ബ്രദേഴ്സ് ആണോ എന്നാണ് ആദ്യം തോന്നുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പിന്നെ അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഭയങ്കര ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവന്റെ കൂടെ കൂടിയിട്ട് ഞാനും ചായ ഇഷ്ടപ്പെട്ടു. ഒരുപാട് സിനിമകളെ കുറിച്ച്, കുറെ പഴയ സിനിമകളെ കുറിച്ചിട്ട് പല കാര്യങ്ങളും അവൻ്റെ എനിക്ക് കുറെ കിട്ടി. 5-6 വർഷമൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അല്ലേ? നിങ്ങളുടെ ഇപ്പം ഈ കണ്ടന്റുകളിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഷൂട്ട്സ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ യദുവിന്റെ ചെയ്യുന്നു, അല്ലെങ്കിൽ മിഷാലിന്റെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾ കമ്പൈൻ ആയിട്ട് അധികം ചെയ്ത് കാണാറില്ല? അപ്പൊ അടുത്തല്ലേ താമസവും കാര്യങ്ങളൊന്നും? അവൻ ഞാൻ താമസിക്കുന്ന ഒരു 24 കിലോമീറ്റർ ദൂരത്താണ്. ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന സമയത്താണ് അവിടെ നിന്ന് ചെയ്യാം. ഞങ്ങൾ ആദ്യം ഒരുമിച്ചൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങോട്ട് അങ്ങനെ പോയപ്പോ പിന്നെ സമയം ഞങ്ങൾക്ക് വ്യത്യാസം വന്നു. എനിക്ക് ഷൂട്ടിങ്ങുകളൊക്കെ ഞാനത് തിരക്കായി. അങ്ങനെ മനസ്സിലാവും, ഞങ്ങള് എന്ന് കാണുന്നു ആ സമയത്ത് എന്തെങ്കിലും ചെറിയ കണ്ടന്റ് ഞങ്ങൾ ഫോൺ കഴിക്കണം, അങ്ങനെ ചെയ്താലോ എന്ന് പറയുന്നു, അങ്ങനെ ചെയ്യുന്നു. പിന്നെ പല കണ്ടന്റുകളും ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അത് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ വോയിസ് നോട്ടൊക്കെ എടുത്ത് വെക്കും. ഞാൻ അവന് വോയിസ് വെച്ചു, ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും കണ്ടന്റ് ഇങ്ങനെ ആലോചിക്കുക, റിലേറ്റബിൾ ആയിട്ടുള്ളത്. അത് ഞാൻ വോയിസിൽ അയച്ചു കൊടുക്കും. അത് പിന്നെ വേറെ ആരും ചെയ്യും. ഞങ്ങളത് അയ്യോടാ അതല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുമ്പോ അത് വേറെ ആരും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ അല്ലെ, ഒരുപാട് ഇത് ചെയ്തു. ഇനി ആൾക്കാർക്ക് അറിയാനുള്ള ഒരു വലിയൊരു ചോദ്യം കേട്ടോ, എത്ര നാള് പണിയെടുത്താലാണ് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കാശ് കിട്ടുക എന്നുള്ളത്? യൂട്യൂബിൽ നിന്ന് എനിക്ക് ഞാൻ പഠിച്ചു തുടങ്ങുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ആക്ച്വലി മോണിറ്റൈസേഷൻ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് ഓപ്ഷൻ ഇല്ലേ, അത് ഏകദേശം എനിക്കൊരു സമയത്ത് വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് റീൽസ് പേജിൽ പോവാതെ നമ്മുടെ പ്രൊഫൈൽ ബിസിനസിന് മാത്രം പോയി കഴിഞ്ഞാൽ വ്യൂസിനനുസരിച്ച് എമൗണ്ട് വരും. എനിക്കൊരു $31 വരെ കയറി. അത് കഴിഞ്ഞിട്ട് അത് ഡൗൺ ആയി, ഇപ്പൊ ആർക്കും കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നു. ഗിഫ്റ്റ് വഴി എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. എനിക്കൊരു $31 വരെ കിട്ടി. പിന്നെ അത് ജെന്യൂൻ വ്യൂസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ പേജിലോ നമുക്ക് ഷെയർ ചെയ്താലോ അങ്ങനത്തെ ഒന്നും വ്യൂസ് കിട്ടില്ല. കറക്റ്റ് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെ പരിപാടി. അതല്ലേ, ഈ ഇപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ള വരുമാന മാർഗം എന്താണ്? വരുമാന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു എമൗണ്ടും, പിന്നെ ഇതുപോലെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും, അങ്ങനെ ചെറിയ എമൗണ്ടും. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ട്. എന്റെ അമ്മ ഒരു സിനിമയിൽ അഭിനയിച്ചു, രേഖ എന്ന് പറഞ്ഞ സിനിമയിൽ. അത് ആക്ച്വലി ഞാൻ അമ്മയെ കൂടിയിട്ട് ഓഡീഷൻ അയച്ചു കൊടുത്തൊരു വീഡിയോ. ഒന്നുമില്ല, ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ഒരു മരണം നടക്കുന്നു, മരണം കാണുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ പരിപാടി. അപ്പൊ അത് ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്തു. അമ്മേനെ അടിപൊളി സൂപ്പറായിട്ട് എന്റെ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്തു. അവസാനം അമ്മയ്ക്ക് കിട്ടി, എനിക്ക് കിട്ടില്ല. അസൂയ തോന്നി അമ്മയുടെ അടുത്ത്? അസൂയ തോന്നിയില്ല, അമ്മ ഫോണിലേ പറഞ്ഞു ആദ്യം. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് പോ, എന്നിട്ട് എനിക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞു. അമ്മയും എന്റെ അനിയനും കൂടിയിട്ട് ഷൂട്ടിന് പോയി. ആ സമയത്ത് തന്നെ എനിക്ക് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം ഷൂട്ട് കൊല്ലത്ത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊല്ലത്താണ്. എന്റെ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യണ ഫ്രണ്ട്സ് എല്ലാവരും അവിടെയാണ്. അഖിൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനായിട്ടാണ്
ഒരു സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ഓഡീഷൻ കിട്ടിയിട്ട് അമ്മയ്ക്കാണ് അവസരം കിട്ടിയത്. അപ്പോ ഡാൻസ് പഠിച്ചിട്ടില്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, അഭിനയം പഠിച്ചിട്ടില്ല, എന്നിട്ട് പിന്നെ ഇത്രയും അഹങ്കാരത്തോടു കൂടെ എങ്ങനെ ആൾക്കാരെ കളിയാക്കാൻ പറ്റുന്നു? അല്ലെങ്കിൽ അങ്ങനെയല്ല, അത് ഈ വൈകുന്നേരമൊക്കെ അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് ചുമ്മാ ഇതിങ്ങനെ സ്കൂളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ. ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യണമെന്നല്ല, ചുമ്മാ ഒരു ഫൺ. അതെ അതെ. ഇനി ഒരു ഹാപ്പി വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ആൽബം, അത് നിങ്ങൾ കുറെ പേരുണ്ടായിരുന്നു തോന്നുന്നു അതില്? അതില് കുറച്ച് പേരുണ്ട്. ഡാൻസ് നമുക്കറിയാത്തതുകൊണ്ട് ഡാൻസേഴ്സ് ഉണ്ട്. അതില് ആക്ട്രസും ഡാൻസ് ചെയ്യും. ഞാൻ ചുമ്മാ അതിലുള്ള ചെറിയൊരു റോളായിട്ട് സൈഡിൽ കൂടെ ഡാൻസ് കളിച്ച് ചിലപ്പോൾ കോമഡി ആയില്ല, അതുകൊണ്ട് അവരോട് വിളിച്ചില്ല. അല്ല, അത് ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ ഡാൻസ് നോക്കാം, എന്തായാലും അഭിനയവും ഡാൻസ് അങ്ങനെ ഒട്ടും അറിയില്ലെന്നല്ല, പഠിപ്പിച്ച് നമ്മൾ കളിക്കും. അല്ലാതെ നമുക്കൊരു ആ സാധനം പറ്റില്ല. ഡബിങ്ങിന്റെ വർക്കുകൾ കിട്ടാറുണ്ടോ? ഡബിങ്ങിന്റെ വർക്കോ? ഇല്ല ഇല്ല അല്ലെ? അല്ല, കാരണം ചെയ്യാൻ ഡബിങ്ങിന്റെ വർക്ക് എന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ നേരത്തെ മറ്റേ വീഡിയോസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതില് യദു തന്നെ മറ്റേ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡബ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു നോയ്സ് ആണെന്ന് തോന്നുന്നു. അതാണോ? അങ്ങനെ അതൊക്കെ വെറുതെ ചെയ്യണതല്ല. ആക്ച്വലി നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് നമ്മള് യൂട്യൂബിലൊക്കെ മീൻസ് കുറച്ച് വലിയ വർക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അവർക്ക് ആർട്ടിസ്റ്റുകൾ അവരെന്നെ ചെയ്യും. എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ക്യാരക്ടറല്ലേ, സൗണ്ട് കൊടുത്തു നല്ല രസമായിരിക്കും. അല്ല, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം വോയിസ് അഭിനയം എന്ന് പറഞ്ഞാലും വോയിസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും അതും ഒരു അഭിനയത്തിന്റെ രീതിയിൽ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. പഴയ ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടില്ല, അതിലൊരു വിജീവം പരിപാടി ഇടയിൽ വരുന്ന കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഷൂട്ട് ഇങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സ്വന്തമായിട്ട് ചെയ്യണം, എന്താണ് പറയാ, അതല്ലാതെ വേറെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോയിട്ട് ചെയ്യാന്നുള്ളതല്ല ഞാൻ പറയണത്. അസിസ്റ്റ് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടോ? അസോസിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല. അതിനൊക്കെ ഒരുപാട് ആൾക്കാർ എപ്പോഴും ഫില്ലായിട്ടുണ്ടാവും. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് നമ്മൾ കൂടുതൽ ആക്ടിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മളുടെ ഫോൺ അല്ലെങ്കിൽ നമ്മളുടെ ക്യാമറ നമ്മളുടെ അല്ല, എന്റെ ഒരു പ്രൈവറ്റ് സോണിൽ വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനത്തെ റീൽസും കാര്യങ്ങളും. വെറും എന്റർടൈൻമെന്റ് മാത്രം ചെയ്യുന്നത്. അതിലും നല്ല ഫുള്ളി ഫോക്കസ്ഡ് ബിഗ് സ്ക്രീനിലേക്ക്. പക്ഷെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഇപ്പം നിങ്ങളുടെ റീലുകൾ കണ്ടിട്ട് എന്താണ് പറയാ, കൊളാബ് ചെയ്തല്ല ഞാൻ ചോദിക്കുന്നത്, റീലുകൾ കണ്ടിട്ട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എപ്പോഴെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഫസ്റ്റ് അപ്രീസിയേഷൻ ചെയ്ത് ഡയറക്ടർ പുള്ളിക്കാരൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് സ്റ്റോറി എടുത്തിട്ട് അത് ഭയങ്കര സംഭവം എനിക്ക്. അപ്പോ അവിടെ നിന്നാണ് എനിക്ക് ആക്ച്വലി ഒരു തുടക്കം കിട്ടുന്നത്. അതിനുശേഷം കുറച്ച് പേര് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഡ്യൂറ്റ് ചെയ്യാൻ തുടങ്ങി, അത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ അല്ല, ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു എക്സ്പ്രഷൻ വീഡിയോ ഉണ്ട്, ഒരു 10 എക്സ്പ്രഷൻസ് വീഡിയോ. അതില് കമലഹാസൻ സാറ് ലൈക്ക് അടിച്ചു. ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാനറിയാതെ എന്റെ അനിയന്റെ ഫ്രണ്ടുമാണ് എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞത് കമലഹാസൻ ലൈക്ക് അടിച്ചു. ഞാൻ പറഞ്ഞില്ല ചുമ്മാ തള്ളല്ലേ. അപ്പൊ ഞാൻ എന്നിട്ട് പോയി സെർച്ച് ആയി കമലഹാസൻ ഞെട്ടിപ്പോയി. അയ്യോ, അപ്പൊ ഞാനത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു. ഭയങ്കര ഒരു സംഭവമാണ്. അല്ല, ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണല്ലോ ഒരു സംഭവം. ഇത് കൂടാണ്ട് പിന്നെ വേറെ ഏതെങ്കിലും മീൻസ് ഇത് ഇപ്പൊ ഞാൻ കണ്ടു യദുവിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം, ആ സ്റ്റോറിയും കണ്ടു കേട്ടോ, കമലഹാസൻ സാറിന്റെ ഇതെടുത്തിട്ടിരിക്കുന്നത്. പിന്നെ അതല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ നിങ്ങൾ ചെയ്തിരിക്കുന്ന? വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഞാൻ ആദ്യം ഡെയിൻ ഡേവിസ് അറിയില്ലേ, പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ പണ്ട് ചെയ്യാറുണ്ട്. പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സനു ബി ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഒരു ചിലപ്പോൾ അറിയണ്ടാവും, കള്ളൂടി ഡാൻസേഴ്സ് ഒരുമിച്ച് വീഡിയോസ് ഒക്കെ. ഇപ്പൊ കുറച്ചായിട്ട് അവരുടെ തിരക്കിൽ ഞാൻ തിരക്കിലായതുകൊണ്ട് ചെയ്യാറില്ല. അപ്പൊ പുള്ളി ഒരു ഷോയിൽ പോയപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അറിയാം അവനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ വെരിഫൈഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ലൈക്ക് ചെയ്ത്
പക്ഷെ എല്ലാവർക്കും ടിക്കാണ് വേറെ കാര്യം. അതെ. 600 കിടന്ന് എല്ലാവർക്കും ടിക്ക് കിട്ടും. ഇനി ഞാൻ അത് ആ ഒരു പോയിന്റ് ചോദിക്കാൻ പറയുന്നത്, എന്തുകൊണ്ട് ടിക്ക് എടുക്കുന്നില്ല? അയ്യോ, ഞാന് പൈസ കൊടുത്താൽ കിട്ടും, ടിക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. ഒരു മാസത്തിലേ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിട്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. അതെ അതെ, നമുക്ക് അത് വേണ്ടത് ഞാനൊരു വലിയ സിനിമ നടനായി അറിഞ്ഞ ആൾക്കാർ അറിയപ്പെട്ട് ഇന്ത്യ ടൂറിലൊക്കെ വന്നിട്ടായിരിക്കണം അങ്ങനെ കൊടുക്കാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ. കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് കാര്യങ്ങൾക്കൊക്കെ അവര് വിളിക്കലും കാര്യങ്ങളും പോലൊക്കെ ഉണ്ടോ? ഒരു എറണാകുളത്ത് വെച്ച് നടന്നൊരു മെറ്റാ ക്രിയേറ്റേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. ഇപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് എനിക്ക് വയ്യാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അത് എനിക്ക് ഭയങ്കര മിസ്സായി പോയി. ഒരുപാട് ആൾക്കാരെ നോക്കണം. എന്റെ ഒരു ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു കോൺവിഷേഴ്സാണ്. പുള്ളി അടിപൊളിയാണ്. അപ്പൊ പുള്ളിയൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് വന്നിട്ടായിരുന്നു. പുള്ളിനെ നേരിട്ട് വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റും? അറിയാം. പണ്ട് പുള്ളി ഏകദേശം ഒരു 10K സംതിങ് ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ഞാൻ പുള്ളി അങ്ങോട്ട് മെസ്സേജ് അയച്ചു. വലിയ ഫാനാണ് ഞാൻ. പുള്ളി അന്ന് മൊബൈൽസിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, സ്ലാങ് കാര്യങ്ങളൊക്കെ. ഞാനതുകൊണ്ട് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്ത് പുള്ളി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അതൊക്കെ എനിക്കറിയാം. സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ പണ്ട് ടിക്ടോക്കിലുള്ള സമയത്ത് അറിയാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ സംസാരിച്ചു. കമ്പനി കുറച്ച് സംസാരിച്ചു. പിന്നെ അവരവരുടെ തിരക്കിലായപ്പോ ബിസിയായി. ഈ സ്ലാങ് ഒരു പോയിന്റ് ചെയ്ത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആക്ച്വലി ഈ സ്ലാങ് പിടിച്ചിട്ടുള്ള ഓൺ വോയിസ് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? സ്ലാങ് പിടിച്ചിട്ടുള്ളത് ശ്രമിക്കാറുണ്ടോ വെച്ചാൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പാലക്കാടൊക്കെ സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ നിൽക്കുമ്പോ ഭയങ്കര ശരിയായ സ്ലാങ്ങാണ്. നല്ല രസമാണ് സംസാരിക്കാൻ. ഈ പാലക്കാട് മാത്രം നോക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ലാങ് പിടിക്കാൻ? പാലക്കാട് പിന്നെ നോക്കിയിട്ടുള്ള മനസ്സിലാവാത്ത ഭാഷ കാസർഗോഡാണ്. അതെ, അത് എങ്ങനെ പറഞ്ഞാലും പക്ഷെ ഭയങ്കര രസമാണ് അതൊക്കെ. അതെ. എന്നാൽ പോലും തൃശ്ശൂർ ഭാഷ എനിക്ക് അധികം വരില്ല എന്ന് തന്നെ പറയാം. ഞാൻ കൂടുതൽ വള്ളൂരാടൻ ഏരിയ ആയതുകൊണ്ടും തൃശ്ശൂർ കറക്റ്റ് വരില്ല. എന്നാൽ ഇടയ്ക്ക് തൃശ്ശൂർ വരും. അങ്ങനത്തെ ഒരു നിൽക്കുന്നത്. മിക്കവാറും അപ്പൊ ചെറക്കൽ ശ്രീഹരിയാണെന്ന് പറയാല്ലേ? അവിടുത്തെ വള്ളൂനാടൻ ഭാഷകളും ഒക്കെ സ്ലാങ് കിട്ടുന്നതായിരിക്കാം. ചെറുതുരുത്തി അവിടെയല്ലേ? ചെറുതുരുത്തി ആ ഒരു ഭാഗത്തല്ലേ? ഫ്യൂച്ചർ പ്ലാനുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ടുകൾ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന പ്രൊജക്ടുകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഈ വർഷം തന്നെ ഒരു സിനിമ ഉണ്ടായേക്കാം. ഓക്കെ. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ കൊല്ലത്തിൽ നിന്ന് അവരുടെയും പ്രൊജക്ട് ഓണാവാൻ മിക്കതും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 പ്രൊജക്ടുകളും ഈ വർഷം തന്നെ വരും എന്ന് ഞാൻ അറിയുന്ന കുറച്ച് ആൾക്കാരോടും എന്താണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. കൺഫേം 100% അതിന് ശേഷം മാത്രമേ. പക്ഷെ എനിക്കൊരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ പ്രൊജക്ടുകൾ ഉണ്ടാവും. പിന്നെ തന്നെ വരും. വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റ് ആവും പതുക്കെ എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നല്ല പ്രൊജക്ടുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ റിവീൽ ചെയ്യാനായിട്ട് നമുക്കിപ്പോ പറ്റില്ല. എന്നാലും എന്താണ് പറയാ, എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ വരട്ടെ. ഒരു സംഭവം ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മളുടെ വീഡിയോസ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സപ്പോർട്ട് കിട്ടാത്ത നമ്മളുടെ അവസ്ഥകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാൻ ആൾക്കാർക്ക് നമ്മളുടെ വിഷമങ്ങൾ കേൾക്കാൻ നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ ഒക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിപ്രസീവ് സ്റ്റേജ് ഉണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി ഒരു 5-6 മാസം ഭയങ്കര ഡിപ്രസീവ് ആയിരുന്നു. എനിക്ക് സംസാരിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അവരോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, മാനസികാവസ്ഥ. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നത്, ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ക്യാമറ, എന്റെ ലൈറ്റ്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഈ 3ഉം ഞാൻ അവരോട് സംസാരിക്കും, അവരോട് സംസാരിക്കും. അങ്ങനത്തെ ഒരു ലോൺലെസ് അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. കൺസൾട്ട് ചെയ്തു, ഡോക്ടറെ കാണിച്ചു. ഉറങ്ങാൻ പറഞ്ഞു എന്റെ അടുത്ത് ഡോക്ടറെ. ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പിൽസും കാര്യങ്ങളൊക്കെ തന്നു. അത് കഴിച്ചുറങ്ങിയപ്പോ ഭയങ്കര അഡിക്റ്റ് ആയി. കാരണം ഒരുമാതിരി ലൂസിഡ് ഡ്രീംസ് ഒക്കെ വരണ പോലെ. പക്ഷെ എനിക്കത് ഞാൻ പിന്നീട് തോന്നി ഞാൻ ആ പിൽസായിട്ട് ഡിപ്പെൻഡിങ് ആയി പോവൂ, എന്റെ ഫ്യൂച്ചർ ഭയങ്കര മോശമായി പോകുന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ നിർത്തി. അതിനുശേഷം പതുക്കെ വേറെ ആർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഒരു സമയത്ത് ഞാൻ ഭയങ്കര സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കരമായിട്ട് സംസാരം ഇഷ്ടപ്പെടുന്ന ആളാണ്. സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റുള്ള ആൾ കേൾക്കുമ്പോൾ അവരും എന്നെ പോലെ സംസാരിക്കണം എന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ അത് വേണ്ട, അത് തെറ്റാണ്. അവർക്ക് സംസാരിക്കുന്നത് സംസാരിക്കട്ടെ, എനിക്ക് സംസാരിക്കണമെന്ന് ഞാൻ സംസാരിക്കാം. ഒരു സ്പേസ് വെച്ച് ഒക്കെ മാറിയതായിരുന്നു.
പിന്നെ ആക്ച്വലി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോ ലൈഫിൽ ഡിപ്രസീവ് അവസ്ഥ എന്തായാലും വരുമല്ലോ. അതെ നമുക്ക് ആരെങ്കിലും കേൾക്കാനുണ്ടായാൽ മാത്രമേ നമുക്കത് ശരിക്കും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. ശരിക്കും ആരെങ്കിലും വന്ന് അറിയോ ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ചിലപ്പോൾ ആരായാലും ചിലപ്പോൾ പൊട്ടിക്കരിഞ്ഞു പോകും. ആ സ്റ്റേജൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതിൽ നിന്ന് എങ്ങനെ എത്ര നാളെടുത്തു, അല്ലെങ്കിൽ എന്തോരം സ്വന്തമായിട്ടുള്ള എഫേർട്ട് എന്തോരം എടുത്തു? ആക്ച്വലി വേറെ ആരും നമ്മളെ ഓക്കെ ആക്കാൻ വരില്ല, നമ്മൾ തന്നെ നമ്മളെ ഓക്കെ ആക്കണം എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം മുതൽ എനിക്കെന്നെ തിരിച്ചു കിട്ടി. അങ്ങനെ എനിക്ക് പറയാം. അത് ഈ പറയുന്ന വിശാലായാലും അവനും അറിയാം എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരു ടെമ്പററി ആണ്. അത് കഴിഞ്ഞ ഒരു ടൈം വരുന്നുണ്ടാവുള്ളൂ. ആ ടൈമിൽ ഞാൻ വീണ്ടും എന്റെ ബാക്ക് ടു റിയാലിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും മാറണം, ഞാൻ തന്നെ മാറ്റണം. കുറെ ചീത്തവിളികളൊക്കെ വിശാലിന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ആ സമയത്ത്? ചീത്തവിളി അവൻ അതൊക്കെ പറയും, അതൊക്കെ പറയാറുണ്ട്. നല്ലോണം പറയും, എന്തിനെങ്കിലും ഇരിക്കേണ്ട ആവശ്യം, അങ്ങനെ പോയതല്ലേ ഇങ്ങനെ പോയതല്ലേ കഴിഞ്ഞല്ലേ അവൻ പറയും. പക്ഷെ അവന് അറ്റ ടൈമിൽ അവനറിയാം. പക്ഷെ അവൻ ഞാൻ അനുഭവിച്ച സെയിം അവസ്ഥ തന്നെ അവൻ അനുഭവിച്ചു ഈ അടുത്ത് തന്നെ. സോ അവന് മനസ്സിലാവും ഇപ്പൊ കംപ്ലീറ്റ്ലി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കും അവരെയും സപ്പോർട്ട് ചെയ്തിട്ട് വല്ലാതെ പറയാനും പറ്റില്ലല്ലോ. ഒരു പരിധി കൂടുതൽ അവൻ തന്നെ വിചാരിക്കണമല്ലോ അല്ലെ തിരിച്ചു വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഈ ഒരു വേദന കൂടുതൽ റീൽസുകളിലേക്ക് മാറ്റിയപ്പോ അത് ശരിക്കും ഒരു സെൽഫ് ഡയറി ആണോ നമ്മൾ എഴുതുന്നത്? ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ച ഇമോഷൻസും കാര്യങ്ങളൊക്കെ അത് വെറും ഇമോഷനായിട്ട് അത് മെമ്മറീസ് ആയിട്ട് വെക്കാണ്ട് അത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയം തൊട്ട് ഞാൻ ആ ഒരു വീഡിയോസ് മുഴുവൻ ഒരു കണ്ടന്റ് ആയിട്ട് ഞാൻ ചെയ്യും. ആക്ച്വലി കുറെ ആൾക്കാർ പറയും ഇവൻ ചുമ്മാ ഇരുന്ന് കരയണ വീഡിയോസ് ആണ്, അങ്ങനെ പറയുന്നല്ല. ഞാൻ ഇതേപോലെ ഒരു ക്യാമറ വെച്ച് ഒരു സിറ്റുവേഷൻ ഞാൻ ആക്ട് ചെയ്ത് ആ കറക്റ്റ് ടൈമിൽ ഇമോഷൻ കണ്ണീര് വരുത്തി അത് ഓക്കെ അല്ലെങ്കിൽ വീണ്ടും കണ്ണു ഉടച്ച് വീണ്ടും പോയി ടേക്ക് എടുത്ത് കണ്ണീര് വരുത്തി അങ്ങനെ ചെയ്തൊരു പരിപാടിയുണ്ട്. അത് ആക്ടിങ് ഉള്ളി, പക്ഷെ അത് റിലേറ്റബിൾ ആയ ആൾക്കാർക്ക് റിലേറ്റബിൾ ആണ്. ആക്ടിങ് ആണ്, പക്ഷെ ആ വേദന നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. വേദന കറക്റ്റ് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പം ഈ ഒരു തിരിച്ചുവരവ് വന്നു തുടങ്ങിയപ്പോൾ, അതായത് ഇപ്പൊ നമുക്കൊരു എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് കേൾക്കാൻ ആൾക്കാരില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന, കേൾക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ആൾക്കാർ അടുത്തില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിരിച്ചുവരവ് തൊട്ടാണോ ഈ ഒരു കണ്ടന്റുകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതും കാര്യങ്ങൾക്കൊക്കെ? എങ്ങനെയും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും രക്ഷപ്പെടണം എന്നാലോചിക്കുമ്പോൾ ഏറ്റവും കുഞ്ഞൊരു സ്റ്റേജാണ് ഈ സോഷ്യൽ മീഡിയ വഴി. അതെ, ഇതുവഴി തന്നെയാണ് എനിക്ക് ഷോർട്ട് ഫിലിംസും വെബ് സീരീസും ഇതേപോലെ വലിയ വലിയ പ്രൊജക്ടുകൾ വരാനിരിക്കുന്നത് പോലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അല്ലാതെ റെക്കമെൻഡേഷൻ ഒക്കെ വഴി ആൾക്കാർ കയറുന്നുണ്ട്, പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പോലും ആൾക്കാർക്ക് അറിയില്ല ഇവർ എന്താണ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ധാരാളമൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വഴിയാണ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ വേറൊന്ന് എന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ യൂട്യൂബ് ആയിരിക്കാം, അതല്ലെങ്കിലും ഇപ്പൊ കുറച്ചറിയുന്ന കുറച്ച് സർക്കിൾ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡിൽ വീണ്ടും നിലനിന്ന് പോകാൻ പറ്റും. നല്ല ഈ ഇൻസ്റ്റാഗ്രാം കൊണ്ട് നല്ല ഫ്രണ്ട്സുകൾ ഇപ്പത്തെ പറഞ്ഞു എൻ്റെ അടുത്ത്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നല്ല ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാം കൊണ്ട്? ഞാൻ അങ്ങനെ ഒരുപാട് പേരോട് പെട്ടെന്ന് ഉണ്ടാവുന്ന ആളല്ല. എൻ്റെ ഒരു വൈബും കാരണം അനുസരിച്ചുള്ള ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവര് കംഫർട്ട് ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കിട്ടിയിട്ടില്ല. കിട്ടിയ ആൾക്കാർ കൂടുതൽ ഉണ്ടാവും. അവരുണ്ട് കൂടെ കുറച്ച് പേര്, 2-3 പേര് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ഇപ്പൊ നമ്മളിപ്പം ആദ്യത്തെ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ, അതിങ്ങനെ ആരോടാണെങ്കിലും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവര് തിരിച്ചതുപോലെ സ്വയം സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. നമ്മളുടെ ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാതും നമ്മളുടെ ലോകം ഭയങ്കര ചെറുതാക്കിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ സിനിമ എന്നൊരു സ്വപ്നം ഞാൻ കണ്ട മുതൽ എനിക്ക് കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഫീൽഡ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അത് സിനിമ വേറെ റിയാലിറ്റി വേറെ, രണ്ടും കൂടി ഒന്നിച്ചാക്കുമ്പോഴാണ് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ശരിക്കും എല്ലാവർക്കും റിയാലിറ്റി തന്നെ ഇഷ്ടം. നമ്മൾ റിയാലിറ്റിയിൽ ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയൊരു എന്താ പറയാ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് റിയാലിറ്റിയിൽ ചേഞ്ച് വരും. പക്ഷെ റിയാലിറ്റി എല്ലാവർക്കും ഇഷ്ടം. അതെ. ഈ ഇനിയിപ്പോ പ്രൊമോഷൻസിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിന് എന്താ പറയാ നല്ല നല്ല പ്രൊമോഷൻ, ഞാൻ 2-3
ഒന്നോ രണ്ടോ പ്രൊമോഷൻ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ആൾക്കാർ വിളിക്കുന്നുണ്ടോ? വിളിക്കുന്നുണ്ട്. കൂടുതലും പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ ചെയ്യില്ല. ചില ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ചെയ്യില്ല. കാരണം അതൊക്കെ എന്തെങ്കിലും സീന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതായിരുന്നു വള്ളി പിടിക്കാറില്ല. നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണുന്ന ഉപകാരമുണ്ടോ എന്ന് നോക്കിയുള്ള സാധനങ്ങളെ ചെയ്യാറുള്ളൂ. ഞാൻ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ചെയ്തു, പിന്നെ ഒരു IELTSന്റെ ചെയ്തു. അതൊക്കെയാണ് കുറച്ചും മെയിൻ ആയിട്ടുള്ളത്. 8ന്റെ വിധി വെബ് സീരീസ്, അതിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഫീല്, രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. എന്റെ ഫ്രണ്ട് സജീവാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഫീൽ ആക്ച്വലി എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ട് സോൺ എനിക്ക് ഒരുക്കി തന്നു. നീ ഇതിൽ ചെയ്തോ, നീ ഇതിന്റെ പരിപാടി ചെയ്തോ, അത് കണ്ടവർക്ക് മനസ്സിലാവും. അത് അതിന്റെ വേറെ എപ്പിസോഡ്സ് വരാനുണ്ട്, ഒരെണ്ണം മാത്രം റിലീസ് ആയിട്ടുള്ളൂ. അപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് കംഫർട്ട് തന്നുകൊണ്ട് തന്നെ എനിക്ക് നന്നായി ചെയ്യാനും പറ്റി. ഭയങ്കര കോൺഫിഡൻസ് തന്നെ എനിക്ക് ചെയ്യാം. പിന്നെ അറിയുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റി. വല്ലാത്തൊരു രസമാണ്. ഈ ഇപ്പൊ ഞാൻ നമ്മളുടെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന ഉള്ള റീലുകൾ നന്നായിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ കരഞ്ഞു കാണിച്ചിട്ടുള്ള റീലുകൾ കണ്ടിട്ടുണ്ട്. കളിയാക്കിയിട്ടുള്ള റീലുകൾ കണ്ടിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സൈക്കോന്റെ ഫോട്ടോഷൂട്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു സെൽഫായിട്ടുള്ളൊരു അനലൈസിങ് ഉണ്ടാവുമല്ലോ. ഈ ഒരു രീതിയിലുള്ള സാധനം കിട്ടിയാൽ ഞാൻ നല്ലത് ചെയ്യും. മറ്റേ ഇപ്പം ലവ് ഷോൾഡറിൽ അതുപോലെ തന്നെ എന്താണ് പറയാ, അതെ, ചോക്ലേറ്റ് കാമുകൻ എന്നുള്ളതും അതും നന്നായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന റോൾ ഏതാ? അത് സ്റ്റോറി ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. എന്നാലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ചെയ്യാനുള്ളത് നെഗറ്റീവ് ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാൻ. അത് ഞാൻ എന്റെ റീൽസിലേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നത്, ഞാൻ തന്നെയാണ് ഹീറോ, ഞാൻ തന്നെ നെഗറ്റീവ്. അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, പ്രൊജക്ട് വരുന്നുണ്ട്, അത് ചെയ്യും. പിന്നെ കംഫർട്ട് ഇമോഷണൽ ആണ്. അതിന്റെ എനിക്കൊരു മീറ്റർ കിട്ടി. ഇമോഷണൽ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള സാധനം കുറച്ച് മനസ്സിലാക്കി വരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ച് മനസ്സിലാക്കിയത് എനിക്കത് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. അല്ല, നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ ഒരു പൊടി കൂടുതലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവല് കറക്റ്റ് കിട്ടിയാലല്ലേ ക്യാമറയിൽ അത് പതിയുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഇരുന്ന് കരയുന്ന നമ്മളല്ലല്ലോ, അതല്ലല്ലോ ശരിക്കും ക്യാമറ എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ യദുവിന്റെ റീലുകളിൽ തോന്നിയിട്ടുള്ളതെന്ന്, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ നായകനും വില്ലനും ഒക്കെ ഞാൻ തന്നെ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ 2-3 ഷെയ്ഡുള്ള യദു തന്നെ ചെയ്യുന്ന 2-3 ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നു. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യാൻ തോന്നുന്നത് ഇതുപോലെ നേരത്തെ ആൾക്കാർ എന്തെങ്കിലും കമന്റ് പറഞ്ഞതിലോ അല്ലെങ്കിൽ അങ്ങനെ കാഴ്ച കിട്ടുന്ന സാധനങ്ങളാണോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കത്തുന്ന ഐഡിയ ആണോ? അത് എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് എന്റെ ഫ്രണ്ട് പറഞ്ഞു വിശാല്, അവൻ എന്റെ കൂടെ ഇല്ല. കൂടെ ഉണ്ടെങ്കിൽ ഞാനെ വിളിച്ച പിന്നെ വീഴും, അതൊരു കാര്യം. അപ്പൊ അതില്ലാത്ത പക്ഷം ഞാൻ പിന്നെ അനിയന്മാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അവർക്കും അവരുടെ കാര്യങ്ങൾ തിരക്കും ക്ലാസ് ഒക്കെ ഉണ്ട്, അവരങ്ങനെ പോകും. പിന്നെ ഓരോ മൂടല്ലേ, ഞാൻ ചെയ്യുന്നത് രാത്രിയാ. ആരും വരാനെ രാത്രിയൊക്കെ 2:30 3:00 ഞാൻ ആ 10 ഇമോഷൻ ചെയ്ത് 3-3:30 ചെയ്തിരിക്കുന്ന വീഡിയോ. അത് കണ്ടറിയാം. പക്ഷെ അതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഇമോഷനാണ്. എന്റെ കണ്ണിൽ ഭയങ്കര ഇമോഷണൽ ഉണ്ടാകും. പിന്നെ ഉറക്കത്തിന്റെ ആണ്. പക്ഷെ എനിക്കത് ചെയ്തേ പറ്റുന്ന വാശിയായിട്ട് 5-6 ടേക്ക് എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഓക്കെ ആക്കിയത്. ഈ ഒരു സാധനം ശരിക്കും ഉറക്കത്തിന്റെ ഒരു സംഭവം കമലഹാസനെ റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അതായത് കമലഹാസൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു നമ്മളുടെ സീരിയസ് സീൻ എന്തെങ്കിലും അഭിനയിക്കണമെങ്കിൽ അത് ശരിയാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ടൊരു 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ പവർ നാപ്പ് എടുത്ത്. അപ്പോ അതുപോലെ ചെയ്തിട്ടുള്ള അതിന് കമലഹാസൻ ഓൾറെഡി കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ അങ്ങനെ ആ ഒരു ലൈക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മള് എയറില് വലിയ അച്ചീവ്മെന്റ് അല്ലേ. അതെ, പിന്നെ അങ്ങനെ. അപ്പം ഇതുപോലെ ഇനി ഫ്യൂച്ചറിലും നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇനിയും ഫ്യൂച്ചറിൽ അടിപൊളി സിനിമകൾ
കാണട്ടെ, നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. ഞാൻ നായകൻ നായിക അല്ലെങ്കിൽ അങ്ങനെ പറയണേ, നല്ല എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും നായകനാവണമെന്ന്. പക്ഷെ എന്നാൽ പോലും ഒരു ക്യാരക്ടർ കിട്ടി, നമുക്കൊരു സ്റ്റെപ്പ് കിട്ടി കഴിഞ്ഞാൽ നോട്ടീസബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അത് എന്തായാലും ശ്രദ്ധിക്കപ്പെടുന്ന റോള് കിട്ടണമെന്നാണ് ആഗ്രഹം. അതെ അതെ അതെ. ഇത്രയും നേരം നമ്മളുടെ കൂടെ ചെലവഴിച്ചതിന് ഇത് ഭയങ്കര അധികം സന്തോഷമുണ്ട്. നൈസ് ടു മീറ്റ് യു, അതാണ് നമ്മളുടെ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, താങ്ക് യു. അങ്ങനെ